ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷാസ് കോർണർ ഹിയർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയും കൂടെ അറബിക് ചട്നിയുടെയും റെസിപ്പി ആയിട്ടാണ്. മസാല ഒക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബീഫൊക്കെ ഒട്ടും ഡ്രൈ ആവാണ്ട് അത്രയും ടേസ്റ്റിയാണ് കഴിക്കാൻ. കൂടെ അറബിക് ചട്നിയും ആവുമ്പം പൊളിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. ഞാനിവിടെ 1.5 കിലോ ഇന്ത്യൻ വീലാണ് എടുത്തിരിക്കുന്നത്. ഇതാവുമ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മന്തി ആവുമ്പോൾ ഒരു വിസിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ബീഫ് മന്തി ആയതുകൊണ്ട് ബീഫ് മേടിക്കുമ്പോൾ തന്നെ ഷോപ്പിൽ പറഞ്ഞിട്ട് ക്യൂബ്സായി തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ബീഫൊന്ന് നല്ലോണം വാഷാക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് വിനെഗറും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ വാഷാക്കിയിട്ട് ബീഫിൻ്റെ വെള്ളം ഇറ്റാൻ വേണ്ടി വയ്ക്കുക. ഞാനൊരു കുക്കറിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മന്തി മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടെ വാഷ് ചെയ്ത് വെച്ച 1.5 കിലോ ബീഫും കൂടി ഇട്ട് ഒന്ന് നല്ല പോലെ മിക്സാക്കിയിട്ട് ഒരു വിസിലാക്കി എടുക്കുക. ഒരു 80% ഒക്കെ വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് അതിൻ്റെ വിസിൽ എത്രയാണ് വേണ്ടിയെന്ന് കൂട്ടിയാൽ മതി. ഇനി ഞാനിവിടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസുള്ള തക്കാളി, 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയത്, 1.5 വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയതും, പിന്നെ ഒരു ഡ്രൈ ലെമൺ, 5-6 പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 എണ്ണം മതിയാവും. 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 3 മീഡിയം സൈസുള്ള ഉള്ളി, 1 കൈപ്പിടി നിറയെ പുതിന ഇല, 1/2 കൈപ്പിടി നിറയെ മല്ലി ഇല എടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഒക്കെ ചോപ്പറിലിട്ട് ക്രഷാക്കി എടുത്താൽ നല്ലതാണ്. കാരണം ഇതെല്ലാം വെന്ത് വരുമ്പോൾ മസാലയിൽ മൊത്തത്തിൽ അലിഞ്ഞു പോകണം. കടിക്കാൻ പാകത്തിലൊന്നും കിട്ടരുത്. ഇപ്പോൾ 1 കിലോ ബീഫാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസ് തക്കാളിയും ഉള്ളിയും പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം മതിയാവും. ബാക്കി അളവിൽ മാറ്റമൊന്നും വരുത്തണ്ട, ഈ അളവ് തന്നെ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 മാഗി ക്യൂബ് ജസ്റ്റ് കയ്യിലൊന്ന് പൊടിച്ച് കൊടുക്കുക. കൂടെ 1/2 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുക. മന്തി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കുക. എന്നിട്ടുണ്ടല്ലോ കൈ കൊണ്ട് നല്ലോണം ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് മാത്രം എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് റൈസ് ലെയർ ഇടുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അടപ്പടച്ച് ഒരു 15 മിനിറ്റ് വേവാൻ വെക്കുന്നുണ്ട്. 15 മിനിറ്റ്സ് കഴിയുമ്പം എല്ലാം കൂടി നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ ഒരു 1/4 കപ്പ് ഓലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓലിവ് ഓയിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മന്തിക്ക് പ്രത്യേകം ഒരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും. ഇനിയിപ്പോൾ ഓലിവ് ഓയിൽ ഇല്ലെങ്കിലും ഒന്നുകൂടി 1/4 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി കുക്കാവാൻ വയ്ക്കുക. ഇതിൻ്റെ വെള്ളം നല്ലോണം വറ്റിയിട്ട് ഇതിൻ്റെ ഓയിലുണ്ടല്ലോ അതൊന്ന് ഇതേപോലെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മന്തി റൈസ് ചെയ്തെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ദാവത്ത് റൈസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, ഏത് ബാസ്മതി റൈസ് ആണേലും എടുക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇതൊന്ന് വാഷാക്കിയിട്ട് 20 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ച് ഊട്ടിയെടുക്കലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക്,
6 ഏലയ്ക്ക, 4-5 ഗ്രാമ്പൂ, 4 ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 5 ഇതൾ പുതിനയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ വിനെഗറും ചേർത്ത് കൊടുക്കലാണ്. ഓയിലും വിനെഗറും ചേർക്കുകയാണെങ്കിൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കുക. കൂടെ ഉപ്പും 2 മാഗി ക്യൂബ്സും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കിയിട്ട് അടപ്പടച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് ഒരു 85% മാത്രം വെന്താൽ മതി. പിന്നെ ദമ്മിടുമ്പോൾ വീണ്ടും ഒന്നുകൂടി വേവും. സോ മന്തി റൈസ് എപ്പോഴും കറക്റ്റ് പാകത്തിനെ വേവിക്കാവൂ. വേവ് ഓക്കെ എന്ന് തോന്നിയാൽ അപ്പം തന്നെ ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം കളയാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വലിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽക്ക് താഴെ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലി ഇല, പുതിന ഇല, പിന്നെ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലി ഇല, പുതിന ഇല ഇട്ട് കൊടുത്ത് മഞ്ഞൾ വെള്ളം കുറച്ച് റൈസിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബീഫ് വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്ത ലെയർ സെയിം ഇതേപോലെ ഫോളോ ചെയ്യുക. ഞാൻ ഇവിടെ ആർട്ടിഫിഷ്യൽ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല, അത് ഹെൽത്തിനും നല്ലതല്ല. ഇനി ഞാനിവിടെ മന്തി മസാല ഏറ്റവും മേലിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഫുള്ളായി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളക് ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് മന്തിയിൽ ഇറങ്ങുമ്പം നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് സ്മോക്ക് ചെയ്തെടുക്കണം. സ്മോക്ക് ഇടാൻ വേണ്ടി കൂടെ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഏത് വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പം കുറച്ചും കൂടി നല്ല ഫ്ലേവർ കിട്ടും. എന്നിട്ടൊരു 20 മിനിറ്റ്സ് ദമ്മിടുക. ദേ അടിപൊളി ബീഫ് മന്തി റെഡിയാണ്. നല്ല ജ്യൂസി ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബീഫ് മന്തി ഉണ്ടാവുക. വീട് മൊത്തം എന്തൊരു സ്മെല്ലെന്നറിയോ. എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് ടൈം മന്തി ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ.
ഇനി ഞാൻ ഇവിടെ മന്തിയുടെ കൂടെ കിട്ടുന്ന അറബിക് ചട്നിയും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മീഡിയം സൈസ് തക്കാളി, ഒരു ചെറിയ ഉള്ളി, മീഡിയം സൈസ് ഉള്ളിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഹാഫ് മതിയാവും. പിന്നെ 6 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയത്, ഒരു കൈപ്പിടി മല്ലി ഇല, 3 ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് ഒരു ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക. മിക്സി ജാറാണേലും കുഴപ്പമില്ല, ബട്ട് നൈസായിട്ടും പിന്നെ ലൂസായിട്ടൊന്നും അരച്ചെടുക്കാൻ പാടില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തന്നെ ക്രഷ്ഡ് ആയിരിക്കണം. കുറച്ചൊന്ന് ചോപ്പായതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒന്ന് സ്ക്വീസ് ചെയ്തിടുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് ഒന്നുകൂടി ചോപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം, ക്രഷ്ഡായി ഒട്ടും ലൂസ് ആവാണ്ട്. ഉപ്പ് പിന്നെ പുളി ഒക്കെ ബാലൻസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ സർവിങ് ബൗളിലോട്ട് മാറ്റാം. മന്തിയുടെ കൂടെ എന്തായാലും ഈ ഒരു അറബിക് ചട്നി കൂടി മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ മന്തിയുടെ വീഡിയോയുടെ കൂടെ തന്നെ ഈ ഒരു ചട്നിയുടെ വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.